എന്ന സോളിഡാരിറ്റിയുടെയും SIOയുടെയും ആദരണീയരായ നേതാക്കളെ, ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരിമാരെ, ദീർഘമായ ഒരു പ്രസംഗത്തിന് ആവശ്യമില്ല. ചില കാര്യങ്ങൾ സൂചിപ്പിക്കണം. ലോഗിൻ ഡീറ്റെയിൽസ് ആവശ്യപ്പെട്ടുകൊണ്ട് 268 പേരുടെ വിശദീകരണം ചോദിച്ചതിനെക്കുറിച്ച് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞത് അത് കേവലം വിലാസം അഡ്രസ്സ് വാങ്ങാൻ വേണ്ടി മാത്രമാണ് എന്നാണ്. അതിൽ നമുക്ക് അത്ഭുതമില്ല. കാരണം അദ്ദേഹം എൻ്റെ തലമുറയിൽപ്പെട്ട ആളാണ്. IT-യെക്കുറിച്ച് അത്രയൊക്കെ അദ്ദേഹത്തിന് അറിയാൻ സാധ്യതയുള്ളൂ എന്നതാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്ത രണ്ടാമനുണ്ടല്ലോ ഒരു IT മന്ത്രി, അദ്ദേഹത്തിന് തിരുത്താൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ IT-യുടെ ഭാവി എന്തായിരിക്കുമെന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. എന്താണ് ലോഗിൻ ഡീറ്റെയിൽസ് ഇതിലൂടെ ലഭിക്കുക എന്നെങ്കിലും മനസ്സിലാക്കാനുള്ള ഒരു സാധ്യത, ഒരു അന്വേഷണമെങ്കിലും നടത്തേണ്ടതായിരുന്നുവല്ലോ എന്നതാണ് സംഭവം. അതുവഴി എന്താ സംഭവിക്കുക? നമ്മുടെ പാസ്വേഡ് ലഭിക്കും. പാസ്വേഡ് ലഭിച്ചാൽ എന്താ സംഭവിക്കുക? നമ്മുടെ പേരിൽ ആർക്കും എന്ത് സന്ദേശവും അയക്കാം. അങ്ങനെ ഇന്ത്യയിൽ നൂറുകണക്കിന് ചെറുപ്പക്കാരെ ഈ രാജ്യത്തെ IB അത്തരം പാസ്വേഡ് ഉപയോഗിച്ച് ഭീകരവാദത്തിൻ്റെ സന്ദേശം അയച്ച് ജയിലിൽ അടച്ച ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. കേരളത്തിലും അത് ആരംഭിക്കാൻ വേണ്ടി നടത്തിയ ഹീനശ്രമമാണ് ഇവിടെ മാധ്യമം പൊളിച്ചത് എന്നതാണ്. അതുവഴി രക്ഷപ്പെട്ട മുസ്ലിം 70% വരുന്ന ലീഗിൻ്റെ പ്രവർത്തകന്മാർ മാധ്യമത്തെ അഭിനന്ദിക്കുക, അതിൻ്റെ കൂടെ നിൽക്കുകയുമായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. അവർ മാത്രമല്ല, ഈ രാജ്യത്തെ പൊതുസമൂഹവും. കാരണം അവർക്ക് നന്ന ചുരുങ്ങിയത് 258 സുഹൃത്തുക്കളെ 258 സുഹൃത്തുക്കളെയും അവരുടെ കുടുംബങ്ങളുമായുള്ള സൗഹൃദബന്ധം കേരളീയ പൊതുസമൂഹത്തിന് നഷ്ടപ്പെടുമായിരുന്നൊരവസ്ഥ ഇല്ലാതാക്കുക എന്ന ദേശസ്നേഹപരമായ, രാജ്യസ്നേഹപരമായ, മാനവികമായ ഒരു ദൗത്യമാണ് മാധ്യമം നിർവഹിച്ചിട്ടുള്ളത്. ഇതാണ് വസ്തുത. പിന്നെ പറയുന്നു അതത്ര വലിയൊരു കാര്യമല്ല. അതിൽ സിമി എന്ന പേര് അബദ്ധത്തിൽ വന്നതാണ്. സിമി എന്ന പേരില്ലെങ്കിൽ പിന്നെ എന്താ ഇതിന് പ്രസക്തി? ഇതൊന്ന് ആലോചിക്കണം. എന്താ ഇത് കൊടുത്തതിൻ്റെ അർത്ഥം? അത് സിമി പ്രവർത്തനങ്ങളുമായി ബന്ധമുള്ളവർ എന്നതിൻ്റെ പേരിലല്ലേ ഈ അന്വേഷണം നടത്തുന്നത്? അല്ലെങ്കിൽ എന്താ ഈ അന്വേഷണത്തിനർത്ഥം? അവിടെയാണ് ചോദ്യം. എന്നിട്ട് പറയുന്നു അത് അബദ്ധത്തിൽ വന്നതാണ്, സംഭവിച്ചു പോയതാണ് എന്ന്. എന്നിട്ട് അവിടെ അവസാനിച്ചില്ല. ഈ അന്വേഷണം അതൊക്കെ പ്രശ്നമല്ല, ചെറിയ കാര്യം. എങ്കിൽ പിന്നെ എന്തിനാണ് മുഖ്യമന്ത്രി പറഞ്ഞത് അതിൽ അബ്ദുൽ സമദ് സമദാനിയുടെ പേരില്ല? ആരെ പേരുണ്ടായിക്കോട്ടെ, എൻ്റെ പേരുണ്ടായിക്കോട്ടെ, ആര് പേരുണ്ടായെന്താ ഒരു പ്രശ്നം വരും? അഡ്രസ്സ് വാങ്ങാനുള്ള, വിലാസം വാങ്ങാനുള്ള ഒരു പട്ടികയിൽ ഒരാളുടെ പേരുണ്ടോ അല്ലേ എന്നുള്ളത് പ്രസക്തമായ കാര്യമാണോ? നിങ്ങൾ ആലോചിച്ച് നോക്കുക. അതിൽ പ്രസക്തമായ കാര്യമാണത്. അഡ്രസ്സിൻ്റെ പേരുണ്ടോ? ഇല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടായിക്കോട്ടെ. വിലാസം വാങ്ങാനാണെങ്കിൽ എന്തിനാ പിന്നെ എൻ്റെ പേരില്ല, മറ്റവൻ്റെ പേരില്ല, അവൻ്റെ പേരില്ല, എന്തിനാ അങ്ങനെ കുമ്പസാരിക്കണ്? മാത്രമല്ല, ഈ റിപ്പോർട്ട് വന്നപ്പോൾ തന്നെ ആ ഇക്ബാൽ ഫൗണ്ടേഷൻ എൻ്റെതല്ല, അത് മറ്റേതാണ് എന്ന് പറയേണ്ടതില്ലല്ലോ പേരന്വേഷിക്കാനാണെങ്കിൽ. ഇതൊക്കെ നമുക്ക് അറിയുന്നൊരു ലളിതമായ സത്യമല്ലേ? ഇങ്ങനെയൊക്കെയാണോ കാര്യങ്ങൾ പോകേണ്ടത്? പിന്നെ നമുക്ക് നന്നായി അറിയാം, ഇവിടെ ഒരു കാര്യം കൂടി പറഞ്ഞു. ഇതൊരു വലിയ പ്രശ്നമല്ല എന്നാണ് സാമുദായിക രാഷ്ട്രീയ പാർട്ടിയുടെ ഏറ്റവും വലിയ നേതാവ് പറഞ്ഞു. അത് കെട്ടിച്ചമച്ചാൽ സ്വന്തം. അതുകൊണ്ട് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരോട് പറയാനുള്ളത്, നിങ്ങളെപ്പോൾ ഈ രാജ്യത്തെ പ്രതിസ്ഥാനത്ത് വരുന്നുവോ അപ്പോൾ നിങ്ങളുടെ നേതൃത്വം സ്വീകരിക്കുന്ന നിലപാട് ഇതാണ് എന്ന് എൻ്റെ പ്രിയപ്പെട്ട ലീഗിൻ്റെ പ്രവർത്തകന്മാർ മനസ്സിലാക്കേണ്ടത്. ഇതിവിടെ മാത്രമല്ല, നിങ്ങൾ മനസ്സിലാക്കണം. നേരത്തെ ഉണ്ടായ ഒരു സംഭവമുണ്ട്, ലവ് ജിഹാദിലുണ്ടായ സംഭവമുണ്ട്. ആരായിരുന്നു അതിൽ പ്രതിയായി വന്നത്? അതിൽ പ്രതിയായി വന്നത് MSFൻ്റെ നേതാവായിരുന്നു. പക്ഷേ തിരിഞ്ഞു നോക്കിയില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിനെതിരായ പ്രചാരണത്തിൽ പങ്കുവഹിക്കുകയാണ് അവിടെ നേതൃത്വം സ്വീകരിച്ചത്. അതുകൊണ്ട് അത് തിരിച്ചറിയുവാൻ എൻ്റെ പ്രിയപ്പെട്ട ലീഗിൻ്റെ പ്രവർത്തകന്മാർ സന്നദ്ധരാവണമെന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് വളരെ വിനയപൂർവ്വം അവരോട് പറയാനുള്ളത്. പിന്നെ ഒരു കാര്യം നിങ്ങൾക്കറിയാം, ഇവിടെ ഞാൻ കഴിഞ്ഞ ഒരു ചർച്ച കേട്ടു. എൻ്റെ സുഹൃത്ത് ദാവൂദൊക്കെ ഉള്ള ചർച്ച, അതുപോലെ തന്നെ സുഹൃത്തുക്കളുടെ ചർച്ച ചിലപ്പോൾ ശ്രദ്ധിക്കാറ്. അപ്പോൾ ഒരു നേതാവ് പറഞ്ഞു, ജമാഅത്തെ ഇസ്ലാമിക്ക് എന്തിനാ 3 വാരിക? ജമാഅത്തെ ഇസ്ലാമിക്ക് എന്തിനാണ് 3 വാരിക? ഒരു ആഴ്ച എന്തിനാ 3 പുറത്തിറങ്ങുന്നത്? പ്രബോധനം ഉണ്ട്, അതുപോലെ മാധ്യമ ആഴ്ച പോയിട്ടുണ്ട്, പിന്നെ ബോധനമുണ്ട്. ബോധനം വരികയാണോ അല്ലെന്ന് അദ്ദേഹത്തിന് അറിയില്ല. അപ്പം സാരല്ല, അത് നോക്കാൻ അദ്ദേഹത്തിന് കഴിയിൽ നോക്കിയാൽ മനസ്സിലാവില്ലല്ലോ. പിന്നെ എന്തിനാ? സ്വാഭാവികമായും അങ്ങനെ മനസ്സിലാകാത്ത ആളുകൾക്ക് ഈ വാരിക എന്തിനാ വാരിക പ്രസിദ്ധീകരിക്കാൻ എന്നൊക്കെയുള്ളൊരു ബുദ്ധിപരമായ, വൈജ്ഞാനികമായ, പ്രബുദ്ധമായ ഒരു സമൂഹം ചെയ്യുന്നതാണ്. അത് പ്രബുദ്ധമായ സമൂഹത്തെ ഉദ്ദേശിച്ചിട്ടാണ്, അദ്ദേഹത്തെ പോലുള്ള ഉദ്ദേശിച്ചുകൊണ്ട് അല്ല ആ പത്രങ്ങൾ പുറത്തിറങ്ങുന്നത് എന്ന് അദ്ദേഹം മനസ്സിലാക്കിയാൽ മതി. അതിനൊരു പ്രശ്നമില്ല. എന്തിനാ ജമാഅത്തെ ഇസ്ലാമി എന്തിനാ ആഴ്ച 3 പുറത്തിറക്കുന്നത്? അതൊക്കെ ആ 3 പുറത്തിറക്കുന്നത് ഈ കേരളീയ സമൂഹം നെഞ്ചോട് ചേർത്ത് ഏറ്റുവാങ്ങി നെഞ്ചോട് ചേർക്കുന്നുണ്ടല്ലോ. അതിന് തന്നെ എന്തിനാ മനസ്സിലാവും. പക്ഷെ അദ്ദേഹത്തിന് മനസ്സിലാവില്ല, അദ്ദേഹത്തെ പോലുള്ള ഉദ്ദേശിച്ചിട്ടില്ല. അദ്ദേഹത്തെ പോലുള്ളവർക്ക് വേണ്ടി നടത്തുന്ന പത്രമല്ല അത്. അദ്ദേഹത്തെ പോലുള്ള മനസ്സിലാക്കാനും പ്രയാസമായിരിക്കും.
പിന്നെ നേരത്തെ അവിടെ സൂചിപ്പിച്ചു സാമുദായിക സൗഹൃദത്തെക്കുറിച്ച്. അപ്പോൾ പറഞ്ഞു അത് തകർത്തു എന്ത് നമ്മുടെ മാധ്യമത്തിൻ്റെ 258. അവിടെ സ്വാഭാവികമായ ഒരു ചോദ്യമുണ്ട്, ഏത് മത സർക്കാരിൻ്റെ മതം? ഈ ചോദ്യം ഇവിടെ ഉയർത്തപ്പെട്ട ഏത് മതമാണ് സർക്കാരിൻ്റെ മതം എന്നത് പ്രശ്നമാണ്. അതുകൊണ്ട് സർക്കാരിൻ്റെ മതം ഉണ്ടോ ഇല്ലെങ്കിൽ എന്തിനാണ് തകർത്തത് എന്ന ചോദ്യവും വളരെ പ്രസക്തമാണ്. എന്തുകൊണ്ട് നമ്മുടെ കേരള ഗവൺമെൻറ് ഇത് അന്വേഷിക്കുന്നില്ല? അന്വേഷിക്കാൻ ബഹുമാന്യനായ മുഖ്യമന്ത്രി ഉത്തരവിട്ടു. തൊട്ടടുത്ത ദിവസം പറഞ്ഞു അന്വേഷണം വേണ്ട. അന്വേഷിച്ച് യഥാർത്ഥത്തിൽ കുറ്റവാളികളെ ശിക്ഷിക്കല്ലേ വേണ്ടിയിരുന്നത്? കുറ്റം ചെയ്ത് തെറ്റായ ഒരു റിപ്പോർട്ടാണ് മാധ്യമം നൽകിയെങ്കിൽ മാധ്യമത്തിനെതിരെ നടപടിയെടുക്കണം, അത് ശിക്ഷിക്കണം. പക്ഷേ തെറ്റായ ഒരു നിലപാടാണ് ഭരണകൂടം സ്വീകരിച്ചതെങ്കിൽ, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് സ്വീകരിച്ചതെങ്കിൽ, ഉത്തരവാദപ്പെട്ട് സ്വീകരിച്ചതെങ്കിൽ അവർക്കെതിരെയും നടപടിയെടുക്കേണ്ടതല്ലേ എന്നതാണ് പ്രശ്നം. നിങ്ങൾക്കറിയാം, ഇവിടെ ലൗജിഹാദിനെക്കുറിച്ച് പരാമർശിച്ചു. ഒരു പത്രം പറഞ്ഞത്, IB ഞങ്ങളോട് പറഞ്ഞു 4000 മുസ്ലിം ചെറുപ്പക്കാർ പെൺകുട്ടികളെ പ്രേമിച്ച മതം മാറ്റിയാണ് കേരളത്തിൽ നിന്ന്. 4000 മുസ്ലിം ചെറുപ്പക്കാർ ഇവിടുത്തെ പത്രം പ്രസിദ്ധീകരിച്ചാണ് 4000 മുസ്ലിം ചെറുപ്പക്കാർ പെൺകുട്ടികളെ പ്രേമിച്ച മതം മാറ്റിയാണ്. മറ്റൊരു പത്രം ഉണ്ടല്ലോ, പ്രഭാതത്തിൻ്റെ വലിയ സുപ്രഭാതമായിട്ട് ഉയർത്തിറങ്ങിയ പത്രം, അത് പറഞ്ഞതോ അവരും അത്ര മോശമായിട്ടല്ല പറഞ്ഞത്. അവരും പറഞ്ഞിരിക്കുന്നു 2800 ആളുകൾ ജില്ല തിരിച്ച് കണക്കൊക്കെ കൊടുത്തു അതിന്. പക്ഷേ അതെല്ലാം എന്തായിരുന്നു എന്ന് വ്യക്തമായ ശേഷവും സ്വീകരിച്ച നിലപാട് എന്തെന്ന് നമുക്ക് നന്നായി അറിയാം. എന്തൊക്കെയാണ് പറഞ്ഞത്? മലപ്പുറം ജില്ലയിൽ 20 മതം മാറ്റ കേന്ദ്രങ്ങൾ, എല്ലാ ജില്ലയിലും ഓഫീസ്. എന്തിന്? പ്രേമിക്കാൻ പഠിപ്പിക്കാൻ ഓഫീസ്. എന്തിനാ ഓഫീസ്? എന്തിന്? ലൗജിഹാദിലെന്താ ഓഫീസ്? പ്രേമിക്കാൻ പഠിപ്പിക്കാൻ ഓഫീസ്. ഈ ഒരു തലമുറയെ പ്രേമിക്കാൻ പഠിപ്പിക്കാൻ ഓഫീസ് വേണം, അതിന് കമാൻഡർ വേണം. ഇതൊരു ചോദ്യം. ഇതൊക്കെ എത്ര വിചിത്രമായ വാദം ഉന്നയിച്ച്. എന്നിട്ട് അവർക്ക് ബൈക്ക് മാത്രമല്ല മൊബൈൽ ഫോൺ, മാസം ശമ്പളവും. എന്തിന്? പ്രേമം പഠിപ്പിച്ചെടുക്കുന്ന കമാൻഡർക്ക് മാസാന്തം ശമ്പളവും അവർക്ക് ബൈക്കും ടെലിഫോണും എന്നാണ് നമ്മുടെ പത്രങ്ങൾ പറഞ്ഞത്. ഇതിനൊന്നും എതിരെ ഒരു പ്രശ്നം ഉണ്ടാവുന്നില്ല എന്നതാണ്. പിന്നെ ഇവിടെ സൂചിപ്പിച്ച എന്താ സംഭവിക്കുക? എന്താ ഗുജറാത്ത് സംഭവിച്ചു? ഗുജറാത്തിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ പഠനം നടത്തിയ മുസ്ലിങ്ങളല്ല. ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കുന്നു, ഇതൊന്നും ഒരു മുസ്ലിം ഇഷ്യൂ അല്ല. ഇതെല്ലാം ഈ രാജ്യവുമായി ബന്ധപ്പെട്ടതാണ്. കാരണം ഈ രാജ്യം നിലനിൽക്കേണ്ടതുണ്ട്. രാജ്യം ഭദ്രമായി നിലനിൽക്കണം. ഭദ്രമായി നിലനിൽക്കണമെങ്കിൽ മതമൈത്രിയും സമുദായ സൗഹാർദ്ദവും നിലനിൽക്കണം. മതമൈത്രിയും സമുദായ സൗഹാർദ്ദം നിലനിൽക്കണമെങ്കിൽ വ്യക്തികൾക്കിടയിൽ, സമൂഹങ്ങൾക്കിടയിൽ വിദ്വേഷത്തിൻ്റെ, അസൂയയുടെ അഗ്നിജ്വാലകൾ പടർത്തുന്ന എല്ലാ ദുശക്തികളും, അത് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് ആണെങ്കിലും അതിവിടെ നിയന്ത്രിക്കപ്പെടണം എന്നതാണ് ഇതിൻ്റെ പ്രശ്നം. അതൊന്നുമല്ല. എന്തിനു വേണ്ടി? ഈ രാജ്യം ഭദ്രമായി നിലനിൽക്കും. ഞങ്ങൾക്ക് നന്നായി അറിയാം, പ്രവാചകന്റെ കാലത്ത് അബൂ താലിബ്, മുത്തൈബിന് അബ്ദുള്ളയും പോലുള്ള ആളുകൾ നിർവഹിച്ച മഹാദൗത്യം നിർവഹിക്കുന്നവരാണ് ഈ രാജ്യത്തെ മനുഷ്യാവകാശ പ്രവർത്തകർ. അവർ മുസ്ലിങ്ങളല്ല. ഗുജറാത്തിനെ കുറിച്ച് ഏറ്റവും മനോഹരമായി കേരളത്തിൽ എഴുതിയ, മലയാളത്തിൽ പോലും എഴുതിയ മുസ്ലിങ്ങളല്ല എന്നുള്ള വസ്തുത. അവർ ഈ രാജ്യത്തെ മനുഷ്യാവകാശ പ്രവർത്തകർ. അവർ പറഞ്ഞ ഒരു വസ്തുതയുണ്ട്. അതെന്താണ്? ഗുജറാത്തിലെ നരവേട്ടയ്ക്ക് മുമ്പ്, ഗുജറാത്തിലെ വംശഹത്യക്ക് മുമ്പ് അവിടെ ഒരു പൊതുബോധം വളർത്തിയെടുത്തു. ആ പൊതുബോധം എന്താണ്? മുസ്ലിങ്ങൾ അപകടകാരികളാണ്, അവർ രാജ്യദ്രോഹികളാണ്, അവർ ഈ രാജ്യത്തെ പിറകോട്ട് നയിക്കുന്നവരാണ്. അങ്ങനെയുള്ളൊരു വൈകാരികമായ അന്തരീക്ഷം സൃഷ്ടിച്ചെടുത്ത ശേഷമാണ് ആ കൂട്ടക്കൊല നടത്തിയത്. കേരളം അതിൽ നിന്ന് മുക്തമായപ്പോൾ, കേരളത്തിൽ അങ്ങനെയുള്ള എത്ര ശ്രമം ഇവിടെ നടത്തിയാലും വിജയിക്കില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം കേരളീയ സമൂഹം പ്രബുദ്ധമായതുകൊണ്ട് അത്ര പെട്ടെന്ന് വിജയിക്കുകയില്ല. പക്ഷേ എന്നാൽ പോലും അത് ഇവിടെ സമൂഹത്തെ സ്വാധീനിക്കുന്നു എന്നതിൻ്റെ വലിയ തെളിവാണ്. ഇത്തരം വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്ന പത്രങ്ങൾ, ഇത്രയേറെ സാമുദായികമായ വിദ്വേഷവും മതപരമായ ശത്രുതയും വളർത്തുന്ന പത്രങ്ങൾ ഇപ്പോഴും വലിയ തോതിൽ സ്വീകരിക്കപ്പെടുന്നു എന്നത് അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ഇവിടെ ചോദ്യം ഉയർന്നു വരുന്നു, ആർക്ക് വേണ്ടിയാണ് ഈ ഇമെയിലിൻ്റെ വിശദാംശം ചോദിച്ചത്? CIA വേണ്ടിയാണോ? മൊസാദിന് വേണ്ടിയാണോ? ഇന്ത്യയിലെ വർഗീയ ഫാസിസ്റ്റുകൾക്ക് വേണ്ടിയാണോ? അമേരിക്കൻ സാമ്രാജ്യത്വത്തിന് വേണ്ടിയാണോ? ഇവിടെ വിശദീകരിക്കപ്പെട്ടു. സൂക്ഷ്മങ്ങളായ വിവരങ്ങൾ ഇവിടെ നിന്ന് ശേഖരിച്ച് കൈമാറുന്നു. ഈ പ്രക്രിയ, ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള പ്രക്രിയ ആരംഭിച്ചത് നിങ്ങൾക്കറിയാവുന്നത് പോലെ ഇസ്രായേലുമായി ബന്ധം സ്ഥാപിച്ച ശേഷമാണ്. അതിനു മുമ്പ് CIA പ്രവർത്തനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ളൊരു സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നത് ഇത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഇതിനൊന്നും ഇന്ന് ഇന്ത്യൻ സാഹചര്യത്തിൽ ഇതെല്ലാം സൃഷ്ടിക്കുന്ന വിപത്തിനെക്കുറിച്ച് എല്ലാവരും ബോധവാന്മാരാവേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം പ്രതിഷേധ യോഗങ്ങൾ പ്രസക്തമാവുന്നത്. ഇവിടെ ആരും ധരിക്കേണ്ടതില്ല ഒരു സമുദായത്തിന് മാത്രം. എന്നെ 2 പ്രിയപ്പെട്ട മനുഷ്യാവകാശ പ്രവർത്തകർ ഈ പരിപാടിയിൽ പങ്കെടുത്തു. സോൾഡാറ്റിൻ്റെ പരിപാടിയിൽ ഒരു പ്രശ്നമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ നേരത്തെ ഇവിടെ സൂചിപ്പിക്കാൻ നിർവാഹമില്ല. അത് കേരളത്തിൽ ഉൾപ്പെടെ ലോക തലങ്ങളിൽ ഇന്ന് ചിലരൊക്കെ പറയാമല്ലോ, ചെറുപ്പക്കാരെ കുറിച്ച് പറയാൻ എനിക്ക് സോൾഡാറ്റിയുടെ ചെറുപ്പക്കാരെ കുറിച്ചും എന്ന് മാത്രമല്ല കേരളത്തിലെ ചെറുപ്പക്കാരെ കുറിച്ച് അഭിമാനമാണ് തോന്നാറ്. ആളുകൾ പറയാണ്ട് ഈ ചെറുപ്പക്കാർക്ക് എന്തു പറ്റി? അവിടെ രക്തം ഉറഞ്ഞോ?
അവരുടെ മസ്തിഷ്കം മരവിച്ചോ, അവരെന്താ നിശ്ചലമായത് കഴിഞ്ഞു. അത് ആരുടെ ചെറുപ്പക്കാരാണ് നിങ്ങൾ? ആ ചെറുപ്പക്കാർ 1980കളിലും 1990കളിലും ഇവിടെ വലിയ യുവകമ്പനങ്ങൾ എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ ക്ഷുബ്ധ യൗവനത്തിൻ്റെ പൊട്ടിത്തെറികൾ എന്ന് പറഞ്ഞ അടുത്ത ചില പണിയുണ്ട്. ആർക്ക് വേണ്ടി എന്നറിയോ? മുതിർന്ന തലമുറയ്ക്ക് വേണ്ടി. ആ സമരമൊക്കെ നയിച്ചിരുന്ന, വലിയ തെരുവിലിറങ്ങി ബഹളം വെച്ചിരുന്നവർ ഇപ്പോൾ ഈ രാജ്യം ഭരിക്കുന്നവരാ. മനസ്സിലായി നിങ്ങൾക്ക്? അപ്പോൾ പുതിയ തലമുറ മനസ്സിലാക്കി, അപ്പണിക്ക് ഞങ്ങളെ കിട്ടൂല. മുതിർന്ന തലമുറയ്ക്ക് വേണ്ടി തെരുവിലിറങ്ങി ഒച്ച വെച്ച് അവർക്ക് അധികാരത്തിലേറ്റുന്ന ഒപ്പണിക്ക് ഞങ്ങളെ കിട്ടൂല. അതുകൊണ്ട് അവർ മാറി നിന്നു. മാറി നിൽക്കാത്ത കേരളത്തിലുൾപ്പെടെ ലോകതലങ്ങളിൽ മൗലികമായ മനുഷ്യാവകാശങ്ങളിലേക്ക് നിലകൊള്ളുന്ന ഉജ്ജ്വലരായ പൊരുതുന്ന യുവതയുണ്ട്. ആ പൊരുതുന്ന യുവതയെ നിശ്ചലമാക്കാൻ, നിർജീവമാക്കുവാൻ, അവരെ നിശബ്ദരാക്കുവാൻ ഇതുപോലുള്ള സംരംഭങ്ങൾക്ക് സാധ്യമല്ല. കാരണം എതിരാളിയുടെ മുഖത്ത് നോക്കി സത്യം വിളിച്ചു പറയാത്തവൻ ഊമയാണെന്ന് പഠിപ്പിക്കപ്പെട്ട ഒരു ദർശനത്തിൻ്റെ അനുയായികൾക്ക് തിന്മകളുടെ നേരെ നിശബ്ദമായിരിക്കാൻ സാധ്യമല്ല. നിങ്ങൾക്കറിയാം, അതാണ് പ്രവാചകന്റെ വചനം. അക്രമത്തിനെതിരെ ശബ്ദിക്കാത്തവൻ ഊമയായ പിശാചാണ്. എവിടെ മനുഷ്യാവകാശങ്ങൾ ധ്വംസിക്കുന്നു, അത് മുസ്ലിങ്ങളുടെ മാത്രം അവകാശങ്ങളല്ല, ആദിവാസികളും പിന്നാക്കക്കാരും അധസ്ഥിതരുമായ മുഴുവൻ മനുഷ്യരും എവിടെ മനുഷ്യന്റെ വേദനകൾ ഉണ്ടാവുന്നുവോ, എവിടെ അവന്റെ കണ്ണീർ തുള്ളികൾ ഇറ്റു വീഴുന്നുവോ, എവിടെ അവന്റെ ചുടുനിശ്വാസങ്ങൾ ഉയരുന്നുവോ, അവിടെ മർദ്ദിതരായ മനുഷ്യർക്ക് വേണ്ടി, നിസ്സഹായരായ ജനത്തിനു വേണ്ടി ഇടപെടാത്തവൻ ഊമയായ പിശാചുക്കളാണെന്ന് പറഞ്ഞ ഒരു ദർശനത്തിന് അനുയായികൾ എന്ന നിലയിൽ ഇതുപോലുള്ള പ്രശ്നങ്ങളിൽ ഇടപെടാതിരിക്കാൻ നിർവാഹമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ ഇടപെടുന്നത്. പക്ഷെ ചില കാര്യം നമ്മുടെ രാജ്യത്ത് ഉത്തരവാദപ്പെട്ട മനസ്സിലാക്കണം. അത് മറ്റൊന്നുമല്ല, ഡോക്ടർ യൂസുഫ് കർലാവിക്ക് അമേരിക്ക വിസ നിഷേധിച്ചിരുന്നു. പക്ഷേ ആ വിസ നിഷേധിക്കപ്പെട്ട ഡോക്ടർ യൂസുഫ് കർലാവിയെ അതേ അമേരിക്ക തങ്ങൾ കുടുങ്ങി അഫ്ഗാനിസ്ഥാനിൽ മാധ്യസ്ഥനായി സ്വീകരിക്കുവാൻ നിർബന്ധിതമായ ഒരു ചരിത്ര സന്ധിയിലൂടെയാണ് ലോകവും നമ്മുടെ നാടും കടന്നു പോകുന്നതെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. സ്വന്തം രാജ്യത്ത് നിന്ന് പുറത്താക്കപ്പെട്ട ശേഷം 60 കൊല്ലം രാജോചിതമായ സ്വീകരണം നൽകി 25 ലക്ഷം മനുഷ്യരെ അഭിമുഖീകരിക്കുവാൻ അവസരം ലഭിച്ച ഒരു വലിയ വ്യക്തിത്വമായിരുന്നല്ലോ അദ്ദേഹം. അതുകൊണ്ട് തന്നെ അത് അംഗീകരിക്കേണ്ടി വന്നു. അദ്ദേഹത്തെ തീവ്രവാദി എന്ന് പറഞ്ഞിരുന്ന അമേരിക്കയും അവിടുത്തെ മാധ്യമങ്ങളും, പടിഞ്ഞാറനോടെ മാധ്യമങ്ങളും അദ്ദേഹത്തെ മിതവാദി എന്ന് പറഞ്ഞു. അവിടുത്തെ പ്രസ്ഥാനങ്ങളെല്ലാം തീവ്രവാദ പ്രസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മിതവാദ പ്രസ്ഥാനങ്ങൾ എന്നാണ് പറഞ്ഞത്. പിന്നെ അവർ പറയുന്നത് എഴുതുന്നതുകൊണ്ട് പത്രക്കാർ ചിലപ്പോൾ കാര്യം. അതുകൊണ്ടാണ് ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞ പത്രം ഉണ്ടല്ലോ, അത് മുസ്ലിം ബ്രദർഹുഡിനെ കുറിച്ച് അതിനെ തെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് എന്ന് പറഞ്ഞു, മിതവാദ സംഘടനയായ മുസ്ലിം ബ്രദർഹുഡ് ഇത്ര ശതമാനം വോട്ട് നേടി, തീവ്രവാദ സംഘടനയായ അന്നൂർ അതിനെ തൊട്ടടുത്ത് നിൽക്കുന്നു എന്ന്. ഇത് എഴുതുവാൻ അവർക്ക് പിന്നെ പ്രശ്നമല്ല. കാരണം അവർ ഇതുകൊണ്ടല്ല, ഇതുപയോഗിച്ചല്ല പത്രപ്രവർത്തനം നടത്താറുള്ളത്. അമേരിക്കൻ എന്താണോ വരുന്നത് അതുപോലെ പകർത്തി വെക്കുകയാണ് ചെയ്യാറുള്ളത്. അത് ഇക്കാര്യത്തിൽ മാത്രമല്ല, എല്ലാ കാര്യത്തിലും ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് അതിൻ്റെ സ്വഭാവം അങ്ങനെയായി മാറിയത്. അതുകൊണ്ട് കിട്ടിയ ഒരു ഗുണമാണ് എന്ത്? മിതവാദം എന്ന് എഴുതി, അല്ലെങ്കിൽ ഉണ്ടാവുമായിരുന്നില്ല എന്നാണ്. അതുകൊണ്ട് അത്തരം ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. പിന്നെ എൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്. എൻ്റെ സുഹൃത്ത് ഫസൽ ഗഫൂർ സാഹിബ് ഒരുപാട് കാര്യങ്ങളോട് പറഞ്ഞു. ഒരു കാര്യത്തിൽ അദ്ദേഹം മിസ്ഗൈഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ചാണ്. അതിൽ അദ്ദേഹം മിസ്ഗൈഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പലതിൽ അദ്ദേഹം പറഞ്ഞതിൽ ശരിയുണ്ട്, ചിലതിലൊക്കെ നല്ല തമാശയുണ്ട് എന്നതുപോലെ സാന്ദർഭികമായി അതുകൂടി ഇവിടെ ഒന്നുകൂടി സൂചിപ്പിക്കുന്നു. പർദ്ദക്കെതിരെ സഹോദരിമാർ തലമറക്കുന്നതിന് നിയമം നടത്തിയ ഫ്രാൻസിൻ്റെ പ്രസിഡന്റ് സർക്കോസിക്ക് എലീസിയ കൊട്ടാരത്തിലൂടെ പർദ്ദ ധരിച്ച തവക്കുൽ കർമാന്റെ വലതുവശത്ത് നടത്തി കൊണ്ടുപോകാൻ നിർബന്ധിതമായ, തുർക്കിയുടെ റജബ് ഉർദുഖാന്റെ ഭാര്യയെ കൂടെ നിർത്തുവാൻ നിർബന്ധിതമായ, ലോകം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ചരിത്ര സന്ധിയിൽ ഇന്ത്യയിൽ മാത്രം ഒരു സമൂഹത്തെ വേട്ടയാടാമെന്ന് ധരിക്കുന്നത് അബദ്ധമാണ് എന്ന് മാത്രം സൂചിപ്പിക്കുകയാണ്. ഇന്ത്യയുടെ നിലനിൽപ്പ് ആഗ്രഹിക്കുന്ന, ഈ രാജ്യത്തിന്റെ യഥാർത്ഥ നിലനിൽപ്പ് ആഗ്രഹിക്കുന്നവർ ചെയ്യേണ്ട രീതി ഇതല്ല എന്നുകൂടി സൂചിപ്പിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ സാമുദായിക രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അതിൽ നേതൃത്വത്തിൽ നിന്ന് മറിച്ചൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല എന്നതാണ് വസ്തുത. അതിൽ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ധീരമായൊരു നിലപാട് ഇതിലുൾപ്പെടെയുള്ളത് സ്വീകരിക്കാൻ കഴിയാത്ത വിധം ഏതോ ദൂഷിത വലയത്തിൽ അതിന് നേതൃത്വം അകപ്പെട്ടു പോയോ എന്ന് ന്യായമായും ആലോചിക്കേണ്ടതുണ്ട്. ആ ദൂഷിത വലയത്തിൽ നിന്ന് അദ്ദേഹം മോചിതമാകാൻ സാധ്യത വളരെ കുറവായതുകൊണ്ട് അദ്ദേഹത്തിൽ നിന്ന് ആ സംഘം മോചിതമാവുന്നില്ല എങ്കിൽ ഇതല്ല, ഇതുപോലുള്ള ഒരു പ്രശ്നത്തിനും ഇടപെടാൻ കഴിയുകയില്ല എന്നതാണ് വസ്തുത. ഇക്കാര്യം എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിം ലീഗിന്റെ സുഹൃത്തുക്കൾ തിരിച്ചറിയണമെന്നാണ് പറയാനുള്ളത്. അതുകൊണ്ട് ഇതൊരു സമുദായത്തിന്റെ പ്രശ്നമല്ല, ഇത് ഈ സംസ്ഥാനത്തിന്റെ പ്രശ്നമാണ്, ഇത് ഇവിടുത്തെ ദേശവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് എന്നുകൂടി മനസ്സിലാക്കിക്കൊണ്ട് ഇതുപോലുള്ള എല്ലാ പ്രശ്നങ്ങളിലും ഈ രാജ്യത്തെ യൗവനം, കരുത്തുറ്റ യൗവനം, ചൈതന്യവത്തായ യൗവനം, ഊർജ്ജസ്വലമായ യൗവനം, ഇതുപോലെ തന്നെ ഇനിയും